ഒന്നാം തരം ബലൂൺ തരം ഒരു നല്ല പീപ്പി തരം. ഡെഡ്പൂൾ മിനിയൻ, ഷെഫ് മിനിയൻ, ഐസ്ക്രീം, ഡോറേമോൻ, നൊബിത. അവിടുത്തെ സ്കൂളിൽ കൊണ്ടിരിക്കാൻ ആദ്യത്തെ കവിത. കഥ കേൾക്കാം, ചിത്രം കാണാം, അനുവും മാനിയെ കാണാൻ പോകും. പണ്ടൊക്കെ പൊക്കത്തേക്ക് ടി വി കാണുന്ന പ്രായം. പക്ഷെ ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്റെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നീ പോവാണ് താടിയും പൊട്ടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ അത്ര ഓടിച്ചിട്ട് പറയണില്ല ആവശ്യത്തില്. കാരണം 12:15 ആവാറായി. അപ്പൊ ഞങ്ങള് അപ്സ്റ്റേറിലാണ്. ആദീസ് കെടുക്ക ഉറങ്ങാണ്. അപ്പൊ അവനെ നമ്മുടെ ശബ്ദം കേട്ട ഞാൻ എണീക്കും. അപ്പൊ നമ്മുടെ ആദ്യയുടെ ഫസ്റ്റ് ഇന്ന് സ്കൂളില് ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോയി അതിന്റെ പ്രഭാവവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ പോയിപ്പോ ബുക്സ് നേരത്തെ കിട്ടിയായിരുന്നു. പിന്നെ സാധനങ്ങളാണ്. അപ്പൊ നാളെ അവൻ വണ്ടി വരും നമ്മുടെ വീടിന്റെ തൊട്ട് തന്നെ. അപ്പൊ നേരത്തെയാണ് ഇവിടെ വണ്ടിയൊക്കെ 7:15 അവനോട് റെഡിയാക്കണം. അപ്പൊ അതിന് മുന്നേ നാളെ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഇത്രയും നാളുണ്ടായി. പക്ഷെ നമ്മുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബുക്സുകളൊന്നും ചട്ടിയിടാനൊന്നും പറ്റിയിട്ടില്ല. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പുതിയ ആളത്, നോട്ട് ബുക്ക് പുതിയ ആളത്. ബ്രൗൺ പേപ്പർ അല്ല, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതും ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാ, പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ നോട്ട് ബുക്കുകളുണ്ട്, പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈമിന്റെ മാത്രം കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാന്ന് നോക്കണം. ഫസ്റ്റ് ടൈമിന്റെ ടെക്സ്റ്റ് ബുക്കുകളും ജൂനിയർ KG, അതാണ് JKG. അവിടെ നമ്മളെ LKG എന്നല്ല പറയണേ, JKG എന്നാണ് പറയുന്നത്. JKG ബിയിലാണ് ആദ്യം. ബി അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചിട്ട് JKG എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായപ്പോ അല്ല ജൂനിയർ ആണ്. അപ്പം അല്ല എനിക്കപ്പ ഞാൻ ആലോചിച്ചു ഇതിന് വേറൊരു അർത്ഥമല്ലല്ലോ, ജൂനിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ നമ്മള് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യണേ. നമ്മള് ചട്ടിയിടാന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അവളുള്ളപ്പോ അവനും കൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ വിരികി നശിപ്പിക്കും. അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് ടൈം മാത്രം ഉണ്ടാവും. അതുപോലെ ഈ പെൻസിൽ പൗച്ചില് നമ്മള് എന്താ പറയാ ക്രയോണ് സ്കൂളിൽ നിന്ന് നമ്മള് ചേരാൻ ജോയിൻ ചെയ്യാൻ പോയിപ്പോ അവര് ഗിഫ്റ്റ് ആയിട്ട് ക്രയോൺ ഇതൊക്കെ തന്നായിരുന്നു. അത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ട് അവനോട് ഉപയോഗിക്കാം. പിന്നെ ഒരു ഷാർപ്പനർ, 2 പെൻസില്. അപ്പൊ അതൊക്കെ നമ്മള് ഒരെണ്ണം ഞാൻ ഷാർപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഷാർപ്പൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ മൂട്ടിലും ഉണ്ട് ഇത് ഇറേസർ ഉണ്ട്. എന്നാലും സെപ്പറേറ്റ് ഇറേസർ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനം നമ്മൾ പുറത്തയച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ വെക്കുകയും ചെയ്യട്ടെ. മിസ്സുമാര് അവരുടെ പേര് എഴുതിയൊരു കബോർഡ് ഉണ്ടാവും. അവര് ആവശ്യത്തിനനുസരിച്ച് അവിടെ എടുത്തു കൊടുത്തോളൂ. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണ് വീട്ടിൽ വേറെ പെൻസിൽ വെച്ചാൽ മതി. പിന്നെ ഓഫ്കോഴ്സ് എല്ലാവർക്കും ഇപ്പൊ പൂവിന്റെ ചെറുപ്പത്തേക്ക് ഇതൊക്കെ കാണുമ്പോ പൂവിന്റെ ചെറുപ്പത്തിലെ കാര്യമാണ്. സ്കൂളിന്റെ ഡയറി ഇത് മസ്റ്റാണ്. പാരന്റ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ഒരു റിലേഷൻ നിലനിർത്തുന്ന ഒരു സാധനമാണിത്. അതായത് നമ്മുടെ മക്കള് ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഇന്ന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലീവ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. എനിക്ക് എന്റെ LKG ദുബായിലുള്ള ഞാൻ ആലോചിക്കണേ, അത് കോമഡി ആയിരുന്നു. പൊന്നു ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു പണ്ട് എഴുതാൻ. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയാണ് കുഴപ്പമുണ്ടാവുക. അപ്പൊ ചെറുപ്പത്തില് ഭയങ്കര സ്ലോ ആയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാറ്. അപ്പൊ ടീച്ചറാണെങ്കിൽ മറ്റേ വൈറ്റ് ബോർഡിന്റെ സൈഡിലാണ് ഈ ഡയറി. ഏറ്റവും ലാസ്റ്റത്തെ പീരീഡ് ഇങ്ങനെ ഡയറി നോട്ട്സ് എഴുതി വെക്കും.
അങ്ങനെ ടുമോറോ പാരന്റ്സ് മീറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയാ ലാസ്റ്റ് ബസ്സില് എന്റെ ക്ലാസ്സില് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ എന്റെ ബസ്സില്, സ്കൂൾ ബസ്സില്. ആ കുട്ടിയുടെ ഡയറി വാങ്ങിച്ച് കരഞ്ഞിട്ടൊക്കെ അല്ല അതിലെ ക്ലാസ്സിൽ വേറൊരു മെയിൻ സംഭവം മാത്രം നാളെ ഹോംവർക്ക്. പക്ഷെ അത് കുട്ടികൾക്ക് അതറിയില്ല, അവരവിടെ എഴുതി മുഴുവൻ എഴുതി ടീച്ചർ വായിച്ചിട്ട്. എന്റെ ദൈവമേ, ഞാനായിരുന്നു നോക്കുമ്പോ എന്തെങ്കിലും അങ്ങനെ. അപ്പൊ മാത്രല്ല കേട്ടോ നോട്ട്സും പിന്നെ ദുബായില് ടീച്ചേഴ്സ് അല്ല എഴുതി കൊടുക്കുക, പിള്ളേരെ കൊണ്ട് തന്നെ എഴുതിക്കായിരുന്നു. ഇവിടെ ടീച്ചേഴ്സ് ആയിരിക്കും ടീച്ചേഴ്സ് എഴുതും, നമുക്ക് എഴുതാനുള്ളത് നമുക്ക് എഴുതാം, ലീവ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മള് കണ്ടു എന്നുള്ളതിന്റെ തെളിവായിട്ട് സൈൻ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അത് ബെൽറ്റ് ഈ എംബ്ലാണ് ഇന്ന് ഉണ്ടായിരുന്ന തൊപ്പിയുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാൻ ഈ എംബ്ലം ഇട്ടത് ആദിശന്റെ PP കോട. ഇത് കിട്ടാൻ വേണ്ടി ആളിന്ന് 2-3 കൊട അപ്പൂസിന്റെ ചെറുപ്പത്തിൽ ഉണ്ട് പപ്പേര അവിടെ. അത് ഒരെണ്ണം കൊണ്ടുവന്നിട്ട് നിവൃത്തി ഓടിച്ചാവുന്ന ആശാക്കി. ഇതാളിന്ന് PP ഊതി നടക്കാൻ ക്ലാസ്സിൽ കൊണ്ടുവരുത്തിയ സമയത്ത് പതുക്കാണ് ഇഷ്ടായി. അപ്പൊ മറ്റേ അപ്പൂസിന്റെ ചെറുപ്പത്തില് എന്തെന്ന് വെച്ചാൽ ഒന്നും അപ്പൂസ് കേടാക്കിയിട്ടില്ല ഇത്രയും വർഷമായിട്ട്. 3 കൊടയിന്റെ, ഒരു ബെൻടൻ, ഒരു റെഡ് കളറ്, പിന്നെ വേറെ 2 കൊമ്പുണ്ട് ചെവി. അപ്പൊ അത് ഒക്കെ കേടാൻ കൊണ്ട് വെച്ചിരുന്നു. ആദ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ നിവർത്തണ കൊടയാ, ബാഗിൽ വെക്കാൻ പറ്റില്ല. നമ്മുടെ അതിരിൽ അതൊക്കെ കൊടുത്തയച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബാഗിൽ വെക്കാവുന്ന രീതിയിലുള്ളത് ഇങ്ങനത്തെ ഇറങ്ങിയപ്പോ ഞാൻ PPക്കുള്ളത് വെച്ചത് മാത്രം. അപ്പൊ ഇനി ഈ ബുക്കുകളൊക്കെ ചട്ടയിടാൻ തുടങ്ങാം. അതെ, 12:15 ഇതൊക്കെ കഴിഞ്ഞ് കിടന്നു വരുമ്പോഴേക്കും ബസ്സിന്റെ നേരെ. രാവിലെ എഴുന്നേറ്റ് ലഞ്ച് ആക്കണം, സ്നാക്ക് ആക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. നേരത്തെ പോണ കൊണ്ട് കുട്ടികൾ ചായ മാത്രമേ കുടിക്കുള്ളൂ. അവര് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ചെയ്യാം. എല്ലാത്തിനും പേര് എഴുതണം. എല്ലാ സാധനത്തും എഴുതാൻ പറഞ്ഞു, റബ്ബറിൽ പോലും പേര് എഴുതി വെക്കാൻ പറഞ്ഞു, എല്ലാത്തിനും പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടാ. അപ്പൂസിനും ഇങ്ങനെ ചെയ്യണ ഇതുണ്ടല്ലേ 10th ബാംഗ്ലൂർ പഠിക്കുമ്പോഴും ഒക്കെ ഇതൊക്കെ കാണാറുള്ളായിരുന്നു അല്ലെ. അയ്യോ ഇത് ഇതൊക്കെ വെറുതെ യൂണിക്കോണിന്റെ പല മോഡല്. ഇത് മിനിയൻ, ഡെഡ്പൂൾ മിനിയൻ, ഷെഫ് മിനിയൻ, ഐസ്ക്രീം, ഡോറേമോൻ, നൊബിത. അവിടത്തെ സ്കൂളിൽ കൊണ്ടിട്ട് ഇത് കൊണ്ടുപോയി നെയ്സ് സ്ലിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡന്റിന്റെ നെയ്സ് സ്ലിപ്പ്. അപ്പൊ ഇപ്പോഴും ഇങ്ങനത്തെ ഇഷ്ടമാണ്. പിന്നെ നല്ല PP തരം ചിമ്പുഞ്ഞാളിയും കുറയ്ക്കാവോ പണ്ടാരം. 1 തരം ബലൂൺ തരം, ഒരു നല്ല PP തരം. പിന്നെ അതിലെ പുതിയ ലഞ്ച് ബോക്സ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇത് ആകെ ഒരു പീസുള്ള അവിടെ. ഇത് പക്ഷെ ഞാൻ ഈ ക്ലിപ്പില്ലാത്തത് എടുത്തിരുന്നു. കുറച്ച് നാളെ കഴിഞ്ഞ് ക്ലിപ്പ് കഴിയും. പക്ഷെ ഞാനിത് ലഞ്ച് ബോക്സ് അല്ല ആക്കണം ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ഞാൻ മാറ്റും. വേറെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ലഞ്ച് ബോക്സ് ഉണ്ട്, മറ്റേ എന്താ മിൽട്ടൻ്റെ അല്ലേ, ഉള്ളില് സ്റ്റീലായിട്ടുള്ളത്. അത് നമ്മൾ ഈ ക്ലിപ്പ് ചിലപ്പോൾ അഴയും. അപ്പൊ ചോറും കറിയാകുമ്പോൾ ചിലപ്പോൾ അഴഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതില് സ്നാക്ക് കൊടുത്തയക്കണല്ലോ, ദോശയോ അല്ല ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അത് ഇതിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊന്നും ചാറായിട്ട് പോവില്ലല്ലോ. ചെറിയ കൊച്ചു കുട്ടികളെ കൊണ്ട് 5 years ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ
ഹോസ്റ്റ് ചെയ്യണത്, ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണതും ഓരോ കാര്യങ്ങളൊക്കെ പറയണം. ഫസ്റ്റ് ബുക്ക് ആദീസിന്റെ ആദ്യത്തെ സ്കൂൾ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. പബ്ലിക് സ്കൂൾ പബ്ലിക് സ്കൂൾ എന്താടോ സ്കൂൾ എന്ന് പറയുമ്പോ തനിക്കൊരു ബുദ്ധിമുട്ട്. അങ്ങനെ തന്നെയാ പണ്ട് എല്ലാരും പറയാം, സ്കൂൾ തന്നെ പറയാം. ഒരു കവിത വരെ ഉണ്ട് അതിനെ അങ്ങനെ തന്നെ പറയണം. അല്ല പിന്നെ അതിന്റെ അത് പറഞ്ഞു. ചിലർക്ക് ഇങ്ങനത്തെ ബ്രൗൺ കളറാവും ഇഷ്ടം. മുഷിഞ്ഞ അറിയില്ല. ഇതതിന് പ്ലാസ്റ്റിക് അടി പ്ലാസ്റ്റിക് വാട്ടർ ഇതാവാതിരിക്കാൻ തരാൻ തുടങ്ങിയ. പിന്നെ ആദ്യത്തെ യൂണിഫോം നല്ല യൂണിഫോമാ. ഇതാണ് വർക്ക് ബുക്കൊക്കെ എന്താവോ ആ യൂണിഫോം ഞങ്ങള് നാളെ കാണിച്ചു തരാം. ചേട്ടൻ അവനത് ഇടിക്കുന്നതൊക്കെ കാണിച്ചു തരാം. അത് കാരണം അത് അടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മസ്റ്റായിട്ടും പിന്നെന്താ ഷൂവ് 2 ഷൂ ഉണ്ട്. ബ്ലാക്കാണ് റെഗുലർലി ഉള്ളത്. പിന്നെ അതിനുള്ള സോക്സ് ബ്ലൂ ആണ് വരിക. പിന്നെ അപ്പോൾ സ്പോർട്സിൻ്റെ വെനസ്ഡേസിൽ ഏത് ഹൗസാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കളറ് കിട്ടും. സ്നാക്ക് ബോക്സ് അത് വേറെ സ്നാക്ക് ബോക്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ഇത് കണ്ടതുകൊണ്ട് തന്നെ മേടിച്ചതാണ്. കാരണം ഇപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്തയക്കുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ കുത്തി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രോക്കൊക്കെ കൊടുത്താൽ മറ്റേ സൈസ് സ്റ്റീലിൻ്റെ. അപ്പോൾ പിള്ളേരുടെയൊക്കെ മേത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവും. അതുപോലെ മിച്ചർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കോരി തിന്നാം. പിന്നെ ഇതിൽ എന്തെങ്കിലും വേറെ ഡബിളായിട്ട് ഇതിൽ ഒരു ബിസ്ക്കറ്റ് ഇതിൽ വേറെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ 2 തരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും. സ്കൂളൊക്കെ അവന് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ ഭയങ്കര പക്ഷെ എല്ലാ പിള്ളേരും ഒരുപാട് സമയമായപ്പോഴാണ് കരഞ്ഞത്. അവർക്ക് മടുക്ക് വരില്ല. അവർക്ക് അതെന്താ നടക്കണേ. അവരെ ഓപ്പണിങ് അടിപൊളിയായിരുന്നല്ലോ. ക്യാപ്പും ക്യാൻഡിലൊക്കെ പക്ഷെ അവസാനം അവിടെ ഇപ്പൊ അവൾക്കും ഒരു പണക്ക്. അൻവിക നമ്മളന്ന് ഫസ്റ്റ് ചേർക്കാൻ പോയിപ്പോ അവിടെ പരിചയപ്പെട്ട കുട്ടിയാണ് അൻവിക. അവളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫുള്ളായില്. ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ. ആ ബ്രാഞ്ച് അൻവികയുടെ ബ്രാഞ്ച് കൂടിയല്ല, അവള് വേറെ സ്ഥലത്തെ ബ്രാഞ്ചാണ്. ഈ SN സ്കൂളിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. മെയിൻ സെൻട്രൽ സ്കൂളാണ് നമ്മുടെ. ഇവിടെയാണ് മീറ്റിംഗ്സും കാര്യങ്ങളും നടക്കുക. അപ്പൊ അവരെ വീടിന്റെ അടുത്തുള്ള അവിടുത്തെ ബ്രാഞ്ചില്. പക്ഷെ ഓഫീസും കാര്യങ്ങളും മീറ്റിംഗ്സും ഒക്കെ ഇവിടെ വരെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ലാസ്റ്റാണ് ഒരു കാര്യം മനസ്സിലായത്, ഇതില് സ്ലാപ്പുകൾ ഒട്ടിക്കാൻ പാടില്ല. അതിന് പകരം മറ്റേ സെല്ലോ ഒട്ടിക്കണം. അതായത് ഓരോ ട്രഡീഷണൽ മെത്തേഡ് ചെയ്തു. ലാസ്റ്റ് മോളിയോട് ഒട്ടിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സിന്റെ സേഫ്റ്റി. അവരുടെ കൈ മുറിയാൻ ചാർലി കുറയ്ക്കുന്നു. ആദ്യം എന്തൊരു പെട്ടെന്നാണ് വളർന്നല്ലേ. ഇന്ന് ഞാനൊരു വ്ളോഗ് കണ്ടു. ഞങ്ങളുടെ പഴയത് ആപ്പൂസിനെ ഇവിടെ +1 വിടുമ്പോൾ അന്ന് ആദ്യം കയ്യിൽ ചെറിയ കുട്ടിയാ. അപ്പൊ ഇപ്പൊ അവനെ വിടാൻ ആദീസിനെ പറ്റി എന്നിട്ടാണ് പറയുമ്പോ സ്കൂളിൽ പോകാറായി. ഇതിന്റെ ഓർമ്മകൾ വലിയ ചെക്കനായി. സ്കൂളിൽ പോകാൻ ചെക്കനായി. ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ അവനായിട്ട് അവനിപ്പോൾ വലുതായി കളിച്ച് നമ്മുടെ പ്രായമായിപ്പോ. പണ്ട് ഒക്കെ പൊക്കത്തേക്ക് TV കാണുന്ന പ്രായം. പക്ഷെ ഇപ്പൊ അവൻ നന്നായി കളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നീ പോകാറായി. ഉണ്ണിനെ ഫസ്റ്റ് ലേബർ റൂമിൽ വന്ന് കണ്ടത് ഓർമ്മയില്ല. മറക്കാൻ വേണ്ടി ചെറിയൊരു എന്താ പറയാ ബേബി ഇപ്പൊ കിടന്നുറങ്ങുന്നുണ്ട്. സ്കൂളിൽ പോകാൻ പോവാ യൂണിഫോം ഇട്ടിട്ട് ബസ്സില് പോവാൻ തന്നെ പോവാ. ഇത്ര നാള് ബസ്സിലാ ഒറ്റയ്ക്ക് പോകാൻ പോണേ. നമ്മള് കൊണ്ടാക്കില്ല. നമ്മളെ കരയാവോ ദൈവമേ. ഇന്ന് എന്തൊരു വാശിയായിരുന്നറിയോ. അവനെ നേരത്തെ കെടുത്തി ഉറക്കില്ലെങ്കിൽ അവൻ എനിക്കില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ മാക്സിമം അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് നേരത്തെ ഉറക്കാൻ നോക്കും തോറും മിന്നി ഇവ വാശി പിടിച്ചിട്ട് നിൽക്കുക. ഉറങ്ങണേ. എനിക്ക് അങ്ങോട്ട് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു.
ഞാൻ കുറേ നേരം ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് കരഞ്ഞ് നടക്കണ കണ്ടപ്പോൾ അവൻ പുറകെ നടന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങി. അവന് മനസ്സിലായി എനിക്ക് സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം എൻ്റെ പുറകെ നടന്ന് ഞാൻ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വിച്ച് വന്നിട്ടില്ല. എപ്പോഴും ഓഫീസിലാണ് വിച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പിന്നെ അവന് മനസ്സിലായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ നേരത്തെ എനിപ്പിക്കും. നേരത്തെ എനിപ്പിച്ചിട്ട് റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി ബ്രഷൊക്കെ ചെയ്ത് യൂണിഫോം അടിച്ച് ഷൂവും സോക്സൊക്കെ ഇടിച്ച് അതന്നെ ഒരു അംഗമായിരിക്കും. ഏതാ ആദ്യത്തെ കവിത? കഥ കേൾക്കാം, ചിത്രം കാണാം. അനുവും ആനയെ കാണാൻ പോയി. തിരികെ വരുമ്പോൾ അമ്മാവന്റെ വീട്ടിൽ ഊഞ്ഞാലിൽ ആടി രസിച്ചു. അമ്മായി കൊടുത്ത ഉണ്ണിയപ്പം രണ്ടുപേരും തിന്നു. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഈണത്തിൽ പാടി അതില് ഒന്നുമില്ല. അനുവും ആനയെ അങ്ങനെ മോർണിംഗ് നല്ല പരപരാ വെളുത്തുണ്ട്. ചുമ്മാ ചാറിലേക്ക് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അവരെ വേഗം വിളിക്കണം. ഞാൻ നമ്മുടെ ആദിസക്കുട്ടന് സ്കൂളിൽ പോകണ ഫസ്റ്റ് ഡേ പോകണ്ടല്ലോ. ഞാൻ എന്നിട്ട് ആ പുട്ടുണ്ടാക്കി, അത് ചോറ് വറുത്ത വെച്ചു. ഇന്നലെ പുലർച്ചെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനാക്കാനുള്ള ബോക്സ് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അത് വിച്ചുവിന് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ചായക്ക് പൊടി ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വേഗം നമ്മുടെ ആദിസിനെ വിളിച്ചിട്ട് എണീപ്പിക്കാൻ പല്ല് തേപ്പിക്കണം. ഇന്നലെ ഭയങ്കര വാശിയായിരുന്നു. അവന് ഉറങ്ങാനായിട്ട് വരുന്നുണ്ട്, എന്നാൽ ഉറങ്ങൂല. ചോറ് വേണമെന്ന് പറയും ആദ്യം. അപ്പം നമ്മൾ ചോറ് കൊടുക്കും. അത് കഴിയുമ്പോൾ പറയും ദോശ വേണം, അപ്പോൾ അത് കൊടുക്കും. അത് കഴിയുമ്പോൾ പറയും നൂഡിൽസ് വേണം, അപ്പോൾ അത് കൊടുക്കും. ഇതൊന്നും എന്നിട്ട് കഴിക്കില്ല. ഭയങ്കര വാശി വന്നു. എനിക്ക് സങ്കടം ദേഷ്യമൊക്കെ വന്നു. ലാസ്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അവന് സൈലൻ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കുറേ ദേഷ്യം വന്നു, സങ്കടവും വന്നു. അയച്ചു വരുന്നുണ്ട്. ഞാൻ വരുമായിരുന്നു ഉണ്ണിനെ ഏൽപ്പിക്കാനായിട്ട്, എടുക്കാനായിട്ട്, വീഡിയോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ആദ്യം എടുക്കണം. ഇനി കുറച്ച് സമയമുള്ളൂ. ഈ അരമണിക്കൂറിനുള്ളിൽ അവനെ പല്ലേപ്പിച്ച് സെറ്റാക്കണം. ചായ മാത്രമേ കുടിക്കുള്ളൂ, ബാക്കി സ്കൂളിൽ പോയിട്ട് എടുക്കുക. ഇന്നലെ ബുക്കൊക്കെ ചട്ടിട്ടിട്ട് അപ്പോഴാ കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ 2:30 എടുക്കുമ്പോൾ 3:30. നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു ഫസ്റ്റ്. അത് പിന്നെ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് ഇത് ചെയ്യേണ്ടി വന്നു. സ്റ്റാപ്ലർ പാടില്ല എന്നാണ് എഴുതി, നമ്മൾ അറിഞ്ഞില്ല. അതിനെ നോക്കാം. ബസ്സില് പുതിയ ചോറുണ്ട്. കട്ടിലൊക്കെ തിന്നു. അപ്പൊ
ഗുഡ് ബോയ് കാണാം. അയ്യോ ഇതിനെ ഇതില്ലാതിരിക്കുന്ന നേരത്തെ കെടുത്തിയ ശ്രമങ്ങൾ ഞാൻ ഒരു 9 മണി തൊട്ട് തുടങ്ങിയതാ. എന്തൊരു വാശിയായിരുന്നു. ഇന്നലെ ഉറങ്ങൂല്ല അവൻ. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പക്ഷെ തന്നെ എണീറ്റാള് ഇത്ര നേരത്തെ. നമ്മുടെ ശബ്ദമാണ് ഇത് വെക്കല്ല. അപ്പെങ്കിലും കിടന്ന കാരണം അങ്ങനെ ഞാൻ പിണങ്ങി സങ്കടം ദേഷ്യപ്പെടലായതുകൊണ്ട് അടിച്ചു കുട്ടൻ അടിച്ചു കുട്ട അടിച്ചു കുട്ടാമ്പി. ശുചിക്ക് കൊടുത്തു അടിച്ച്. അതെ ഇറ്റാനും കുറ്റാനും പച്ചാനും നാമത്തി എന്ന് പറയുമ്പോൾ അമ്മയെ പറഞ്ഞു വരും. ഗുബയ്യാണ് ഇത്രയും നാളത്തെ സ്കൂളിൽ എന്താ പിന്നെ അടിച്ചു കുട്ടൻ അടിച്ചു കുട്ടൻ. യുദ്ധായിരുന്നു യുദ്ധം. പിന്നെ അവനത് ഇട്ട് വന്നപ്പോ ഇഷ്ടപ്പെട്ടു. സെട്ടുമണിയാ ആദിച്ചു സുന്ദരി എന്നാട് മുത്തുമണി പുതിയ ചൂവ് പുതിയ സാസ്. ഇനി അവിടുന്ന് മാറി പോവാണ്ട് കൈയോടെ ഇടിക്കും. സൂപ്പർ. അടിച്ചിന്റെ ബെൽറ്റ് ബെൽറ്റ് നോട്ടിട്ട് ചേട്ടാ. വാവ് സൂപ്പർ ബെൽറ്റ്. ആള് ഒരു ദിവസം ഒരു ഡ്രസ് ഇടൂ. ആണ് പോയിട്ട് സുന്ദരി മുത്തേ. ആണ്ട പൊണ്ണു. വാവ് സൂപ്പർ. അപ്പൊ ഇരിക്കാറുണ്ട്. അടിച്ചിന്റെ അടിയായി ഗൈസ്. ഞങ്ങളുടെ അടിച്ചിന്റെ യൂണിഫോം കണ്ട. തനം പയ്യാന് ചാലിയോട് ചിമ്മിനോട് അടിച്ചു കിട്ടൻ ചെഞ്ചിരി വെന്നി അടിച്ചു കിട്ടൻ ചിമ്പോ അടിച്ചു കുളി പോവല്ലേ. ചാലിയോട് ചാലി അടിച്ചു കുളിപ്പോ ചാലി അവിടെ ചാലി അടിച്ച് കുളി പോവാ കണ്ട. സൂപ്പറായ ഇൻസൈഡ് ചെയ്തതൊക്കെ ഔട്ട് സൈഡ് ആക്കിയിട്ടിരിക്കുക. ഇവന്റെ കാര്യം എളുപ്പല്ല. ഇതൊക്കെ വലിച്ചു പറിച്ച് കളയും തോന്നണം. ചായ വേനാ ചെയ്യേ. അപ്പൊ ചായയും വേണ്ട ഒന്നും വേണ്ട. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നാളെ ആയിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത് ഗൈസ്. നാളെ പിന്നെ മുടക്കാം. കാരണം അതാണ് മറ്റൊരു പ്രശ്നം. ഇത് കണ്ടിന്യൂസ് 2 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അത് നോക്കിയിട്ട് പോയി. ഇതിപ്പോൾ നാളെ മുടക്ക് ശനി ഞായർ മുടക്ക്. അപ്പോൾ 10 ദിവസം അവൻ എന്നിട്ടാ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ വീണ്ടും സ്കൂളിൽ പോകുമ്പോഴാണ് അവൻ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ. ആദിച്ചേ ലഞ്ച് ബാഗ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി ഇതിലല്ലേ വരണ്ടേ രാവിലെയൊക്കെ? ബാക്കാം. ആദിച്ചേ ബായ് പറയ്. ബായ്. ആദിച്ചേ
മാധവിനെ കാണാനാ പോയി മാധവി ആടിച്ചു കിട്ടനാ പാത്തിക്കാനാ ചമ്പച്ചനോടാ ഗുബോയി ആയിട്ടാ ആ ചമ്പച്ച ചുറ്റി ശ്രുതി കൊത്തെ ശ്രുതി സ്കൂൾ വണ്ടിന്ന് ഓടി ഇറങ്ങിയത് മാതാവിന്റെ എത്തിക്ക് വന്നാ ശ്രുതി കൊക്കാൻ ആ ശ്രുതി കൊക്ക് ശ്രുതി ആ ഓടി ഇതവിടെ ബസ് ഇറങ്ങുക അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടി ഇങ്ങനെ വന്ന് തന്നെ വന്ന് കയറ്റി കൊടുന്ന് മാതാവിൻ്റെ അടുത്തേക്ക് വന്നവൻ അല്ലേ മാതാവിനെ ജി പോവാ യശുഗു ഓക്കെ വണ്ടിയിൽ ചാറ്റ് പോയ അടിച്ച് വണ്ടിയിൽ നിന്ന് എടുത്തു അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഓടി തന്നെ പോയിട്ട് മറ്റേ നടന്ന് പോവാ ആള് സന്തോഷമായിട്ട് ചായ് അപ്പൊ തന്നെ മാതാവിന്റെ ഗ്രോട്ടയിൽ പോയി ഗേറ്റൊക്കെ തുറന്ന ആള് ഓടി പോണു ഇത് വാവ് ചീച്ചറെ കണ്ട ചീച്ചറ് വാവ് ഞാൻ ചുന്തിരി മുത്തായിട്ടാ പാപ്പനാ യെസ് യെസ് ഗുഡ് ബോയ് അനി ഇങ്ങോട്ട് വാ നമ്മുടെ വീടല്ലല്ലോ ഈ ജാരത് സൂപ്പർ അടിച്ചിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ ആ ബിങ്കോ മേടിച്ചതാ ബിങ്കോന്റെ എല്ലാ കവറും കാണിച്ചിട്ടുണ്ട് ബിങ്കോ ചോദിക്കണേ ബിങ്കോ ലൈസ് അടിച്ചു കിട്ടി ആ അവിടെയും കിടക്കണ്ട ബിങ്കോന്റെ കവറ് എല്ലാ സ്ഥലങ്ങളിലും ബിങ്കോന്റെ കവറ് കെടുക്കാല്ല എൻ്റെ കുട്ടീനെ കാണിക്കാൻ ഗുബയാണ് ഇന്നത്തെ പോലെ വാശിയൊന്നും പിടിക്കല്ല കേട്ടാ ഗുബയെ തിന്നോളൂ ആളതിലെങ്ങനെ പോവാണ് തൊപ്പേച്ചി വെയില് തൊപ്പേച്ചി അടിച്ച് വാവ് സൂപ്പറായിട്ട് ആൾക്ക് തന്നെയൊക്കെ അറിയാം ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ്റെ സ്കൂളിൽ പോയി ചേട്ടൻ അച്ഛാ ചിമ്പുനെ കണ്ട ആടിച്ചി ആ ചോക്കാൻ ഉമ്മ കൊടുക്കും ഉമ്മോത്തെ ചിമ്പു ഉമ്മോത്തെ അടിച്ചിൻ്റെ ഉമ്മ ചാർലി എവിടെ ചാർലി ആ ചിമ്പുണ്ട് ചിമ്പുൻ്റെ ആദി ചാലി തന്നെ ഒരാള് പൊന്നൂരി തരാം ബാ ഒമ്പോ ഒക്കെ തന്നെ ചെയ്യണ ആൾക്ക് ഗുഡ് ബോയ്